ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്നിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ ഗൃഹനാഥൻ അനുഭവിച്ച സങ്കടവും പ്രതിസന്ധിയും മനസ്സിലാക്കി അവിടെ തക്കതായ ഇടപെടലുകൾ നടത്തുന്ന പരിശുദ്ധ മറിയം, തൻ്റെ അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുനാഥൻ. സ്നേഹമുള്ളവരെ, മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനും അവർക്ക് സഹായമായി തീരുവാനും നമുക്ക് സാധിക്കട്ടെ. ഇന്ന് ഇന്ത്യ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുമ്പോൾ ഒത്തിരിയേറെ പേരുടെ ത്യാഗത്തിന്റെ, ജീവൻ ബലികഴിച്ചതിന്റെ ഉത്തരമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യം ത്യാഗത്തിന്റെ ഉത്തരമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള അവകാശമായി നമുക്ക് പരിഗണിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ, നന്മയിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടുതൽ നിറം പകരുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.